നമസ്കാരം. യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കാതെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇടുങ്ങിയ ഗാലികളും ഹവേലികളും നിറഞ്ഞ അയോധ്യയല്ല ഇന്ന് ഇവിടെയുള്ളത്. എല്ലാം മാറുകയാണ്. 2019 കോടതി വിധിക്ക് പിന്നാലെ അയോധ്യയിലേക്ക് വികസന പ്രവർത്തനങ്ങൾ വന്നു തുടങ്ങി. ക്ഷേത്രത്തിന് മുന്നിലൂടെ കിലോമീറ്ററുകൾ നീളുന്ന 4 വരിപ്പാതയായ രാംപഥ് വീതി കൂട്ടി. ദേശീയപാത അതോറിറ്റി 10,000 കോടി രൂപ ചിലവഴിക്കുന്നു. 7,500 കോടി രൂപയുടെ 34 പദ്ധതികളാണ് UP പൊതുമരാമത്ത് വകുപ്പ് അയോധ്യയിൽ നടത്തുന്നത്. അന്താരാഷ്ട്ര വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ, വീതി കൂട്ടി നിർവഹിക്കുന്ന ദേശീയപാതകൾ തുടങ്ങിയവയെല്ലാം തന്നെ അയോധ്യയ്ക്ക് ആധുനിക മുഖം സമ്മാനിക്കുന്നുണ്ട്. നയാഘട്ട് മുതൽ സഹദത്ഗഞ്ച് വരെ നീളുന്ന 13 കിലോമീറ്റർ 4 വരിപ്പാതയാണ് രാംപഥ്. സരയൂ തീരത്തെ ഗുപ്താർ ഘാട്ട് മുതൽ രാംകോട്ട് വരെ നീളുന്ന 12 കിലോമീറ്റർ പാതയായി ലക്ഷ്മൺ പഥും നിർമ്മിക്കുന്നു. പുതിയ ഭാരതത്തിന്റെ സാംസ്കാരിക കേന്ദ്രമായി അയോധ്യ ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്. ലോകമെങ്ങും നിന്നുമുള്ള കോടിക്കണക്കിന് തീർത്ഥാടകർ പ്രതിവർഷം എത്തുന്ന പുണ്യഭൂമിയായി മാറുകയാണ് അയോധ്യ. അതേസമയം ദക്ഷിണ ഭാരതത്തിൽ നിന്നും രാജസ്ഥാനിൽ നിന്നുമുള്ള കല്ലുകളാൽ ചേർത്ത മനോഹര ക്ഷേത്രമാണ് അയോധ്യയിൽ ഉയർന്നല്ലോ. അതേസമയം ദക്ഷിണ ഭാരതത്തിൽ നിന്നും രാജസ്ഥാനിൽ നിന്നുമുള്ള കല്ലുകളാൽ ചേർത്ത മനോഹര ക്ഷേത്രമാണ് അയോധ്യയിൽ ഉയർന്നത്. കോൺക്രീറ്റ് ഉപയോഗിക്കാതെ 1000 വർഷം നിലനിൽക്കാൻ ലക്ഷ്യമിട്ട് ദക്ഷിണ ഭാരതത്തിലെ ക്ഷേത്രങ്ങളുടെ നിർമ്മാണ ശൈലിയിലാണ് രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഗ്രാനൈറ്റ് കല്ലുകൾ ഉപയോഗിച്ച് പരമ്പരാഗത നാഗര ശൈലിയിൽ ഉയരുന്ന ക്ഷേത്രത്തിനായി 1,500 കോടി രൂപയോളം ഇതിനകം തന്നെ ചിലവഴിച്ചു കഴിഞ്ഞു. 5 വയസ്സിൽ താഴെയുള്ള ബാലകരാമനെയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നത്. കിഴക്കുവശത്തുകൂടിയാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം. ഒരേ സമയം 800 പേർക്ക് വരെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാം. കിഴക്ക് ഭാഗത്തെ സിംഹകവാടം വഴി 32 പടികൾ കയറിയാൽ ക്ഷേത്രത്തിലെത്താം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.